തിരുവനന്തപുരം നഗരഹൃദയത്തിൽ മിലിറ്ററി സ്റ്റേഷനുകളിലെ ഹനുമാൻ ക്ഷേത്രം. ശിവവൈഷ്ണവ ചൈതന്യങ്ങളോടൊപ്പം സ്ഥിതി ചെയ്യുന്ന പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ ഹനുമാൻ ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. ശ്രീരാമസ്വാമിയുടെ തികഞ്ഞ ഭക്തനായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്കടുത്ത് പാങ്ങോട് സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ സ്വാമി ക്ഷേത്രം. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മദ്രാസ് റെജിമെന്റിന് കീഴിലാണ്. പ്രധാന പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയാണ്. പുറമെ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് 175 വർഷത്തെ പഴക്കമുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശിവനും ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രധാന ദേവതയായിട്ടുള്ള ഹനുമാൻ സ്വാമിയോടൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ്. ഗണപതിയും നാഗദേവതയും ഉപദേവതകളായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷാൽ പൂജകളെന്ന് പറയുന്നത്, നമുക്ക് ഉദയാസ്തമന പൂജ വരുന്നുണ്ട്. എല്ലാ ദിവസവും ഉദയാസ്തമന പൂജയുണ്ട്. അതുപോലെ നിത്യവും കലശം നടക്കുന്നു, നവക പൂജ നടക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് വടമാല, അവൽ നൈവേദ്യം, അതുപോലെ തന്നെ മുഴുക്കാപ്പ്, മുഖച്ചാർത്ത്, ഇത് പ്രധാനപ്പെട്ട വഴിപാടാണ്. ഈ ക്ഷേത്രത്തിൽ വെണ്ണ കൊണ്ടാണ് ഇവിടെ മുഴുക്കാപ്പ് ചാർത്തുന്നത്. കന്യാകുമാരി ജില്ലയിലെ ആർവാൾമൊഴി ഇന്നത്തെ അരസൊലിയിൽ നിന്നും 1836 തിരുവിതാംകൂർ നായർ ബ്രിഗേഡ്സ് വാർഷിക പരിശീലനത്തിനിടയിൽ ഒരു ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നുമാണ് ശിവവിഗ്രഹം ലഭിക്കുന്നത്. പിന്നീട് 1840 പാളയം സൈനിക താവളത്തിലേക്ക് വിഗ്രഹത്തെ മാറ്റി. അതേ വർഷം തന്നെ ശിവവിഗ്രഹം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ എത്തിച്ചു. വർഷങ്ങളായി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ശിവവിഗ്രഹത്തോടൊപ്പം കോട്ടയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന വിഷ്ണു വിഗ്രഹവും ആചാരവിധികൾ പ്രകാരം പാങ്ങോട് ക്ഷേത്രത്തിൽ സ്ഥാപിച്ച്. പിന്നീട് ജ്യോതിഷ പ്രവചന പ്രകാരം ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് സ്ഥാനമുള്ളതായി തെളിയുന്നു. കോട്ടയ്ക്കകത്തു നിന്നും ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം പാങ്ങോട് മാറ്റി സ്ഥാപിച്ചു. ക്ഷേത്രത്തിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറായി ഒരു പഴയ ശ്രീകൃഷ്ണ വിഗ്രഹവും കണ്ടെത്തി. 1986 താന്ത്രിക വിധി പ്രകാരം വിഷ്ണുവിനോടൊപ്പം ശ്രീകൃഷ്ണനെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ കുടിയിരുത്തി. പഴക്കം ചെന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ആചാരവിധി പ്രകാരം കടലിലൊഴുക്കി. ഭക്തിയുടെ ഉച്ചസ്ഥായിയായിട്ടുള്ള ഹനുമാനാണ് പാങ്ങോട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഒരു ദിവസം സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്ന സീതാദേവിയോട് ഹനുമാൻ ചോദിച്ചു, എന്തിനാണ് ദേവി സിന്ദൂരം നെറ്റിയിൽ തൊടുന്നത്? പതിയായ ശ്രീരാമചന്ദ്രന് ആയുരാരോഗ്യത്തിന് വേണ്ടിയാണെന്ന് സീതാദേവിയുടെ മറുപടി. ഇത് കേട്ട ഹനുമാൻ സ്വാമി സമീപത്തുണ്ടായിരുന്ന സിന്ദൂരം ശരീരമാസകലം പുരട്ടിയെന്നാണ് ഐതിഹ്യം. ഇപ്രകാരം കുടുംബത്തിന്റെ ഐക്യത്തിനു വേണ്ടി സിന്ദൂരാർച്ചന ക്ഷേത്രത്തിലെ പതിവ് പൂജയാണ്. പ്രധാനമായിട്ടും കുങ്കുമാർച്ചന വളരെ പ്രാധാന്യം ഉള്ളൊരു ക്ഷേത്രം കൂടെയാണ് ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം. കാരണം ഹനുമാൻ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെയും കണ്ടുവന്നിട്ടില്ല. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കുങ്കുമാർച്ചയ്ക്ക് വളരെ പ്രാധാന്യം
ലഭിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവി ഒരിക്കൽ ഹനുമാൻ സ്വാമിയോട് നിൽക്കുന്ന സമയത്ത് തന്നെ സീതാദേവി ഇങ്ങനെ സിന്ദൂരം നെറുകയിൽ ചേർത്ത് കാണുകയുണ്ടായി. ആ സമയത്ത് ഹനുമാൻ സ്വാമി ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് താങ്കളിങ്ങനെ സിന്ദൂരം ചാർത്തുന്നത് നെറ്റിയിൽ? അപ്പം സീതാദേവി മറുപടി പറഞ്ഞു, തൻ്റെ ഭർത്താവായിട്ടുള്ള ശ്രീരാമദേവൻ്റെ ആയുരാരോഗ്യത്തിനും ഐശ്വര്യത്തിനും ആയുസ്സിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിന്ദൂരം ചാർത്തുന്നതെന്ന് പറയുകയുണ്ടായി. ഇത് കേട്ടുകൊണ്ട് ശ്രീ ഹനുമാൻ സ്വാമി അപ്പോൾ തന്നെ ദേഹമാസകലം സിന്ദൂരം ചാർത്തുന്നതായിട്ടാണ് ഐതിഹ്യത്തിൽ കണ്ടുവരുന്നത്. വ്യാഴം ശനി ദിവസങ്ങളിൽ പ്രത്യേക നീലാഞ്ജനാർച്ചനകളും ഹനുമാന്റെ ജന്മദിനമായി കരുതുന്ന ചൊവ്വ ദിവസം പ്രത്യേക പൂജകളും നടത്തുന്നുണ്ട്. ഈ അമ്പലം ആർമിയുടെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിൽ തിരുവാതിര കമ്മിറ്റിയുടെയും അഡ്വൈസറി കമ്മിറ്റിയുടെയും കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ അമ്പലത്തിൽ ദിനംപ്രതി ഭക്തരുടെ ഒഴുക്ക് കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. ഈ അമ്പലത്തിൽ പുതിയ അർച്ചനകൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് കുങ്കുമാർച്ചന ഭയങ്കര വിശേഷ അർച്ചനയാണ്. അതുപോലെ തന്നെയാണ് വാഹനപൂജ. ഈ അമ്പലത്തിൽ വരുന്ന സെപ്റ്റംബറോടുകൂടി പിന്നെ ഓൺലൈൻ വഴിപാട് ബുക്കിംഗ് സുവിധ ചെയ്യുന്നതായിരിക്കും. രാവിലെ 5 മണി മുതൽ 10:45 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ക്ഷേത്ര ദർശനം. മഹാശിവരാത്രി, ശ്രീകൃഷ്ണ ജയന്തി, ശ്രീരാമ ജയന്തി, ഹനുമാൻ ജയന്തി, മഹാനവമി അങ്ങനെ ഹൈന്ദവ ആചാര ദിവസങ്ങളിലെല്ലാം പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. എല്ലാ ദിവസവും കലശപൂജയും ഭക്തർക്ക് ലഭിക്കുന്നു.